അതെ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നൂടെ? ഇത്രയും പ്രായമായിട്ട് ഈ പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാ ഉടനെ തന്ത വൈബാണ്, തള്ള വൈബാണ്, എന്തുവാ ഇത് എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങള്. അപ്പൊ ഇത്തരം ചോദ്യങ്ങള് അല്ലെങ്കിൽ ഇത്തരം ചൊറിച്ചിലുകളിലൊക്കെ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിന്നുകൊണ്ട് ദേ ചർമ്മത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രായം പറയത്തുള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങളിപ്പോ വളരെ ചെറുപ്പമാണ് എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി പറയാൻ എത്ര പേർക്ക് സാധിക്കും? അങ്ങനെ നിങ്ങൾ ഇനി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്, കിടുവാണ്, വേറെ ഒന്നും പറയാനില്ല. ഇനി ഇനി പല സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു തങ്കമ്മ ചേട്ടത്തിയുടെ വാർത്തയാണ്. തങ്കമ്മ ചേട്ടത്തി കോളേജിൽ കയറി പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, പഠിക്കാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പിറകെ തങ്കമ്മ ചേട്ടത്തി മുന്നോട്ട് പോയി. ഇപ്പൊ ദാ തങ്കമ്മ ചേട്ടത്തി ബികോം പഠിക്കാൻ വേണ്ടി കോളേജിൽ വന്നിട്ടുണ്ട്. പഠനം ചെലവ് മുഴുവൻ കോളേജ് വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന തങ്കമ്മ ചേട്ടത്തിയുടെ വയസ്സ് പ്രായം 74. പക്ഷെ ചുറുചുറുക്കുള്ള പിള്ളേരുടെ കൂടെയാണ് ദാ യൂണിഫോം ഒക്കെ ഇട്ട് തങ്കമ്മ ചേട്ടത്തി പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ മുൻപുണ്ടായിരുന്നെങ്കിലും അനുകൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി തങ്കമ്മ ചേട്ടത്തിനെ പോലെ എത്ര പേർക്ക് സാധിക്കും? ഈ എഡ്യൂക്കേഷന്റെ കാര്യം മാത്രമല്ല ട്ടോ. മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പ്രായമായി എന്നുള്ളൊരു തോന്നലില് ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഇനി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുമെന്നേ. ഒന്നെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി. ഈ ലാസ്റ്റ് പറയുന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പറാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാം. ബൈ.